ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ദൈവം അനുഗ്രഹിച്ച് ഈ ഒരാഴ്ച നൽകുന്ന എല്ലാ സൗഖ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആത്മീയമായ ഉണർവിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും വചനത്തിൽ നിറഞ്ഞു ജീവിക്കുവാനും കർത്താവ് നമ്മോട് പറയുകയാണ്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരമാണ് നാം കാണുന്നത്. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ ഒരിക്കലും നിസ്സാരമായി കരുതാതെ അനുതാപത്തിലേക്കുള്ളൊരു മാർഗമായി സ്വീകരിക്കണമെന്ന് കർത്താവ് പറയുക. നമ്മൾ പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ഒരു സ്ഫുരണം ഉണ്ടാവട്ടെ. അത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഈ ദിവസങ്ങളിൽ നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെയും, ഇന്ന് നമ്മുടെ കുടുംബ കോടതികളിലൊക്കെ ധാരാളം വിവാഹമോചന കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതിലൊരു നല്ല ഭാഗം കേസുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൊരു നല്ല ഭാഗം മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, മദ്യപാനവും കുടുംബജീവിതവും ഒരിക്കലും 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 ഒരുമിച്ച് പോവുകയല്ല. ഹല്ലേലൂയ. അവിടെയെല്ലാം കുടുംബത്തിന് മദ്യപാനമുണ്ട്, അവിടെയെല്ലാം വഴക്കും പ്രശ്നവും ഉണ്ടാകും. എന്തുമാത്രം പേർക്കാണ്, എത്രമാത്രം സ്ത്രീകൾക്കാണ് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മളെല്ലാ സെമിത്തേരിയിലും പോയി നോക്കൂ.
ഈ കള്ളു കുടിച്ച് ചത്തുപോയ ആളുകളെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇതങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ തകരാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളക്കരയിൽ മദ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ 60% നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന ഭീകരമായ സത്യം ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമയായി അവർ നശിക്കുന്നു. നമ്മളിത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 സാത്താൻ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ചു, ദൈവകൃപ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ച സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 3:15, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ്? നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും. എൻ്റെ പേര് ജിമ്മി അഗസ്റ്റിൻ. ഞാൻ 89 ധ്യാനം കൂടി. അങ്ങനെ ഒരു 10 ധ്യാനമെങ്കിലും ഞാൻ കൂടിയിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ധ്യാനം കൂടുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുള്ള പോലെ ഒരു ധ്യാനം ഈ ഭൂമി മലയാളത്തിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. പനക്കലച്ഛൻ്റെ ടോക്ക് അത്ര ഹൃദയസ്പർശിയായ ടോക്കാണ്. സ്നേഹം കൊണ്ടും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനം കൊണ്ടും ഇവിടെ ഒരു സ്വർഗമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. ഇവിടെ ഒരു ചെറിയ സ്വർഗം തന്നെ തീർത്തിരിക്കുകയാണ്. ഈ ബോധ്യം എനിക്ക് കിട്ടണം. അതായത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിലാണ്. എൻ്റെ കൺമുമ്പിൽ എൻ്റെ കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് ഞാൻ. അതുകൊണ്ടാണ് കർത്താവ് എന്നോട് പറഞ്ഞ, ഞാൻ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവരാരും തന്നില്ലെങ്കിലും നിനക്ക് കിട്ടേണ്ടത് തരാൻ ഞാൻ മറക്കുകയില്ല. ഹല്ലേലൂയ. അടുത്ത ഒരു പ്രത്യേകത കൂടെ, ഉള്ളംകൈയുടെ അടുത്തൊരു പ്രത്യേകത ശ്രദ്ധിച്ചു. അപ്പോൾ ഉള്ളംകൈയുടെ ഒന്നാമത്തത്, എൻ്റെ മുഖത്തോടെ ഏറ്റവും കൂടുതൽ തളിപ്പിക്കാവുന്നത്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാവുന്നത്, എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ആ കയ്യിൽ സ്വീകരിച്ചിരിക്കുക. 2, എൻ്റെ ഉള്ളം കൈക്കകത്ത് ഒരു സാധനം വെച്ച് ഞാൻ അടച്ചൊന്ന് വിചാരിക്കുക. ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഉള്ളം കൈക്കകത്ത്. ഞാൻ അതിനെ അടച്ചു. എൻ്റെ ഈ ഉള്ളം കൈക്കകത്തിരിക്കുന്ന സാധനം ചേട്ടാ മുമ്പോട്ട് വന്ന് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? പറ്റുമോ? എന്നെക്കാൾ കൂടുതൽ ബലവും ശക്തിയും കരുത്തൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഈ ഉള്ളം കൈകത്ത് വെച്ചിരിക്കുന്ന കൈവിരൽ ഓരോന്ന് ബലമായിട്ട് പിടിച്ച് അകത്തിക്കഴിഞ്ഞാൽ ആർക്കാ പറ്റുന്നത്? എന്നെക്കാൾ കൂടുതൽ ബലവും ശക്തിയുമുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിലൂടെ ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ ആരുടെ ഉള്ളം കൈക്കാത്ത? പറയൂ. കർത്താവിൻ്റെ ഉള്ളം കൈക്കാത്ത. എന്താ പ്രത്യേകത? കർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് ഞാനെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എന്നെ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും ഒരു ശക്തിയും നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റിയല്ല? തൊടാൻ പറ്റിയല്ല.
എൻ്റെ പേര് രശ്മി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനൊരു നഴ്സായിട്ട് മാലദ്വീപ്സിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലും സ്ട്രഗിൾ ചെയ്ത ഒരു പീരീഡായിരുന്നു. കുറേ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് സ്ട്രഗിൾ ചെയ്ത സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ലൈഫിന് മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിന്ന ടൈമിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെയാണ് വന്നത്. എനിക്കൊരു കുഞ്ഞുണ്ട്, 9 വയസ്സുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ഈ ധ്യാനം എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതായത് മുന്നോട്ട് എങ്ങനെ പോകണം, മുന്നോട്ട് കുറേ നല്ല തീരുമാനങ്ങൾ എടുക്കാനും, പിന്നെ ആന്തരിക സൗഖ്യത്തിനും കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും ആന്തരിക സൗഖ്യ ധ്യാനത്തിലൂടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കാനും എനിക്ക് ഈ ധ്യാനത്തിലൂടെ സാധിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ പണ്ട് UK നമ്മുടെ ഒരു ധ്യാന മന്ദിരത്തിൻ്റെ ഡിവൈൻ്റെ ഒക്കെ തന്നെ ഒരു ധ്യാന മന്ദിരം, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ റാംസ് ഗേറ്റ് എന്ന് പറഞ്ഞ് UK ഒരു ധ്യാന മന്ദിരം തുടങ്ങി. അപ്പോൾ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ആ ധ്യാന മന്ദിരം തുടങ്ങാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് നാൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവിടെ പോയി കുറച്ച് നാൾ. അപ്പോൾ ഒരു ദിവസം അച്ഛൻ പുറത്ത് പോയ സമയത്തൊരു പോളിഷ് വൈദികൻ പോളണ്ടിൽ നിന്നുള്ള അച്ഛൻ, ആ അച്ഛൻ സായിപ്പച്ചൻ, അദ്ദേഹം ഇവിടെ കുമ്പസാരിക്കാൻ വന്നു. അന്ന് ഞാൻ അച്ഛനായിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ കുമ്പസാരിപ്പിക്കാനല്ല ബുദ്ധിമുട്ട്, ഈ സായിപ്പിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ജാതി ഇംഗ്ലീഷാണ്. സായിപ്പ് പറഞ്ഞ ഇംഗ്ലീഷ് നമുക്കും മനസ്സിലാവില്ല, നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് സായിപ്പിന് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ സായിപ്പ് ചോദിക്കുന്നത് ഏത് ഭാഷയാണ് സംസാരിക്കണമെന്ന്, ഇംഗ്ലീഷാണെന്ന് പോലും സായിപ്പിന് മനസ്സിലാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ തന്നെ എൻ്റെ ഉള്ള ആത്മവിശ്വാസം മുഴുവൻ പോയി. കാരണം ഒരു സായിപ്പിനെ കുമ്പസാരിപ്പിക്കാൻ ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സകല ആത്മവിശ്വാസവും പോയിട്ട് ഞാനിങ്ങനെ വിഷമിച്ചാ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ചെല്ലണത് തന്നെ. ഞാൻ ചെന്ന് കുമ്പസാരിപ്പിക്കാൻ തുടങ്ങണേന് മുമ്പ് തന്നെ ചെന്നേ വഴി ഈ സായിപ്പച്ചൻ എന്നോട് പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാ, ഫാദർ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. പുള്ളി പോളണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ എന്തോ പഠിക്കാൻ വേണ്ടി വന്ന അച്ഛനാണ്, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇതങ്ങ് പറഞ്ഞ വഴി കണ്ടല്ലോ എൻ്റെ കോൺഫിഡൻസ് അങ്ങോട്ട് ഉയരാൻ തുടങ്ങിയിട്ട്, എൻ്റെ പൊന്നോ, ഞാനങ്ങ് ആത്മവിശ്വാസം ഏറ്റെടുത്തിട്ട് പറഞ്ഞു, യു ഡോണ്ട് വറി ഫാദർ. എന്നിട്ട് 4ാം ക്ലാസ് തൊട്ട് പഠിച്ച സകല ഇംഗ്ലീഷ് ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഈ നമ്മളെക്കാൾ ഉയരത്തിലുള്ള ഒരാളാന്ന് തോന്നിയ നമ്മളൊക്കെ പതുക്കെ അപ്പോഴാണ് നമ്മുടെ കുറവ് നമുക്ക് മനസ്സിലാകണത്. നമ്മളെക്കാൾ താഴെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറും. ഇത് ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെന്ന് അറിയണമെങ്കിൽ ഉള്ളവൻ്റെ അടുത്തിരുന്നാലേ എൻ്റെ നഷ്ടങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എൻ്റെ പേര് ജോമി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇഞ്ചക്കുണ്ട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ സിജി, ഇതെൻ്റെ മോൻ അജ്വൽ. ഞങ്ങൾക്ക് 2 മക്കളും കൂടി ഉണ്ട്, ഏഞ്ചലും എബിയും. അവർ ഇവിടെ ഉണ്ട്. ഞങ്ങളിത് ആദ്യത്തെ ധ്യാനമല്ല, അതിന് മുമ്പ് ഞങ്ങൾ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകൾ എങ്ങനെ നിറവാക്കാമെന്ന് ഈശോ പഠിപ്പിച്ചു തന്ന ഒരു ധ്യാനം തന്നെയായത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചകളെ ഒക്കെ ഞങ്ങൾക്ക് മാറ്റാൻ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടി. ഞങ്ങളവരെ നല്ല രീതിയിൽ വളർത്താൻ, ഞങ്ങൾ ഏറ്റവും വലിയ സങ്കടം ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മക്കൾ തന്നെയാണ്. ആ മക്കളെ എങ്ങനെ നന്നായിട്ട് കൊണ്ടു നടക്കാം എന്ന് 100% ഈ ക്ലാസ്സുകളിൽ കൂടെ, അച്ഛന്മാരുടെ ക്ലാസ്സിൽ കൂടെയും മറ്റ് ബ്രദർമാരുടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടി. ഞങ്ങളുടെ കുറവ് എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. ആ കുറവിനെ ഒക്കെ നിറവാക്കി മാറ്റാനായിട്ട് ധ്യാനം വലിയൊരു ദൈവാനുഗ്രഹമായി മാറി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ
വഴിയേ വരുന്നു ഞങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് തരണേ തരണേ എന്ന് പറയണത് ആരാ? നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് തരണേ തരണേ എന്ന് ചോദിക്കുന്ന ആരാ? യാചകരാ. നമ്മൾ ആരാന്ന് തിരിച്ചറിയണം. നമ്മൾ ആരാന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഈ പവർ, ഈ ആയുധം എടുക്കാൻ പറ്റുള്ളൂ. വചനം ആയുധമാ, കൂടമാ. ആ കൂടം എടുക്കണം. ആ കൂടം എടുത്തിട്ട് നമ്മൾ ഈ ഉയർന്നു നിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളെ അടിക്കണം. അതിനാണ് വചനം. രോഗം ഒരു ഉയർന്നു നിൽക്കുക പ്രശ്നമാ, എന്തെല്ലാം ചെയ്തിട്ടും പോകുന്നില്ല. അപ്പൊ ഈശോ പറയും, എൻ്റെ കൂടം എടുക്ക്. മക്കളെ, നിങ്ങൾ എന്തിനാ കരയുന്നേ? കൂടമെടുത്തടിക്കണം. എന്ത് ചെയ്യണം? അതിനുള്ള വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എൻ്റെ പേര് നീനു. ഞാൻ മഴുവന്നൂരിൽ നിന്ന് വരുന്നു. മൂവാറ്റുപുഴ ഭാഗത്താണ് മഴുവന്നൂർ. ഞാനിത് മൂന്നാമത്തെ ധ്യാനമാണ് ഇവിടെ വന്ന് കൂടുന്നത്. എനിക്കിവിടെ വരുമ്പം ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ പറ്റാറുണ്ട്. ഞാൻ ഇത്തവണ വന്നപ്പം എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് 3 മാസമായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ആരാധനയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അതെല്ലാം ഈശോ സൗഖ്യം നന്നായിട്ട് അനുഭവപ്പെട്ടു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി മക്കൾ ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? വത്സല മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് അതീവ സ്നേഹമുള്ള മക്കൾ, വാത്സല്യം കൊണ്ട് ദൈവം നിറച്ച ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. അത്ര സ്നേഹമാണ് ദൈവത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുക, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോസ്മിൻ സണ്ണി. ഞാൻ ഇടുക്കി രൂപതയിലെ മാംഗ്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ടീച്ചറായിട്ട് തൊടുപുഴ വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ 2ാമത്തെ തവണയാണ് ധ്യാനത്തിന് വരുന്നത്. വന്നപ്പം മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ തന്നെ ആരോടും ഷെയർ ചെയ്യാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനുള്ളൊരു ആൻസറും എങ്ങനെ ഒരു പുതിയ വ്യക്തിയായി മാറാമെന്നുള്ളൊരു ഉൾക്കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അതോടൊപ്പം തന്നെ മനസ്സിലെ എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ളൊരു മരുന്നായിട്ടും ഈ ധ്യാനം മാറിയിട്ടുണ്ട്. യേശുവേ നന്ദി. യേശുവേ. രാവിലെ തന്നെ അച്ഛന്മാർ വന്നിട്ട് അത് വെഞ്ചിരിക്കും. ആ അടുക്കള മുഴുവൻ വെഞ്ചിരിക്കും. മനോഹരമായൊരു കാഴ്ചയാണ്. ഞാൻ പോയി നിൽക്കും. വെഞ്ചിരിപ്പിൽ പങ്കെടുക്കാനൊന്നുമല്ല, ഒരു ചായ കിട്ടുമോ എന്നറിയാനാണ്. അങ്ങനെ വെഞ്ചിരിച്ചുണ്ടാക്കുന്ന ഭക്ഷണം. അപ്പം അതൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ മനുഷ്യനല്ലേ ഉറങ്ങിപ്പോവും.
പക്ഷെ ഞാൻ ഉറങ്ങിയിട്ട് എന്തുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഫ്ലാസ്കും ഒരു കണ്ണടക്കൂടും കണ്ണടയും പുസ്തകമൊക്കെ വെച്ച് ഒരു ചേട്ടൻ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. കൈയില്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങി ചേട്ടൻ്റെ മടിയിലേക്ക് വീണു. ഫ്ലാസ്ക് തെറിച്ച് പൊട്ടി, കണ്ണട ഒടിഞ്ഞു, ബൈബിളിൽ വീണു. സുവിശേഷം കേൾക്കണോണ്ട് വേറൊരു ദേഹോപദ്രവം IPC പ്രകാരം അയാൾ എന്നോട് ചെയ്തില്ല. എൻ്റെ പേര് ജോസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. 10-25 വർഷം മുമ്പ് കൂടിയിട്ടുണ്ട്. പൈസ ഒന്നും മേടിക്കാതെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ധ്യാനമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷവും സ്നേഹവും സഹോദരിയും എല്ലാം കൊണ്ടാണ് ഇവിടെ കിട്ടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അല്ലാതെ ആരും ചുമ്മാ പോകുന്നില്ല. ഇതിൻ്റെ ധ്യാനത്തിൻ്റെ ആ ഗുണങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചു വരുന്നുണ്ട്. ഇത് സഹായിക്കുന്ന ഡയറക്ടർ അച്ഛന്മാരും ഇവരെല്ലാം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ ഇവിടെ വരുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. എത്ര പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വൈദ്യശാസ്ത്രത്തിനൊന്നും തോറ്റുപോയ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ഭംഗിയായിട്ട് വന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നമ്മൾ നേരിൽ കണ്ടല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. ഇതാ സ്വർഗം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. യേശു ഏത് സ്ഥലത്തേക്ക് വരുന്നോ ആ സ്ഥലം സ്വർഗമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പുണ്യനാമം സർവരും വാഴ്ത്തുവിൻ. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം 34 സങ്കീർത്തനം 18 തിരുവചനത്തിൽ പറയും, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനസ്സുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ ആഴ്ചയിലെ ധ്യാനത്തിൽ കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമെല്ലാം ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ അത്ഭുതകരമായ സ്പർശം ലഭിക്കുവാനും എല്ലാം കാരണമായി തീർന്നു. ഈ ആഴ്ചയിലെ ധ്യാനത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ഈശോ ചെയ്തത് നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൻ്റെ മുറിവേറ്റ മനസ്സുകൾക്ക്, നൊമ്പരപ്പെട്ട വേദനിച്ച ജീവിതങ്ങൾക്ക് അവിടുന്ന് തൻ്റെ വചനമയച്ച് വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് എല്ലാം കടന്നു വരാൻ ഇടയാക്കി. എന്തെന്നാൽ വേദനിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിക്കും ഏറ്റവും സമീപസ്ഥനാണ് കർത്താവ്. ഇതുപോലെ ഇന്നലകളിലെ ഏതെല്ലാം വിധത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ അതിനെ ഓർത്ത് അനുതപിക്കുന്ന മനസ്സ്, അതാണ് ഉരുകുന്ന മനസ്സ് എന്ന് പറയുന്നത്. അനുതാപത്താൽ ഉരുകുന്ന മനസ്സ്. ഈ ഉരുകുന്ന മനസ്സുള്ള ഓരോ വ്യക്തിക്കും കർത്താവ് അവരെല്ലാവരെയും രക്ഷിക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനസ്സുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അതെ, ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ഈ ഒരു രക്ഷയുടെ അനുഭവമാണ്, സൗഖ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. ഇപ്രകാരം
ഈ ഒരു സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവം ഇനി നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചയിലും ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ധ്യാനമുണ്ട്. ഈ ധ്യാനത്തിലേക്ക് നമുക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം, അനേകരെ പറഞ്ഞുവിടാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം അനേകരെ രക്ഷിക്കുന്ന ജീവിതമായി മാറണം. മനസ്സൊരുകുന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടി നമ്മളിലൂടെ അനേകർക്ക് കൊടുക്കുന്ന ജീവിതമായി മാറണം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളാകട്ടെ ഈ 2026 ഓരോ ദിവസവും. അപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആനന്ദത്തിൻ്റെ ദിവസങ്ങളായി ഈ വർഷത്തെ ഓരോ ദിവസത്തെയും കർത്താവ് മാറ്റും. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.